നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുള്ള കൂട്ടായ്മകളാവണം ഓണാഘോഷങ്ങളെന്ന് മന്ത്രി KA തുളസി. രാഷ്ട്രീയം നോക്കാതെ തന്നെ വികസനങ്ങൾക്കേറെ മുൻഗണന നൽകുമെന്നും മന്ത്രി. ഏതാവശ്യങ്ങൾക്കും നേരിട്ട് സമീപിക്കാമെന്നും അടിയന്തര സ്വഭാവമുള്ളതാണെങ്കിൽ ഉടനെ തന്നെ ഇടപെടുമെന്നും മന്ത്രി KA തുളസി. പ്രവാസികളെ പിഴിയുന്നവരായി രാജ്യത്തെ വിമാന കമ്പനികൾ മാറിയെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി VK ഉമ്മർ. കേരളത്തിൻ്റെ വികസനം പ്രവാസിയുടെ അധ്വാനം കൂടിയാണെന്നും VK ഉമ്മർ. വിമാന ചാർജ് വർധനവിനും പെൻഷൻ കുടിശ്ശിക വിതരണം നടത്താത്തതിലും പ്രതിഷേധിച്ച് പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. പൂവിളികളുമായി നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവമാക്കി റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ. ആഘോഷത്തിന്റെ ഭാഗമായി ഓണക്കോടി വിതരണവും ഓണച്ചന്തകളും സജീവം. മറ്റന്നാൾ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക്. തിരുവോണം ആഘോഷിക്കാൻ ഒരുങ്ങി മലയാളക്കര. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുള്ള കൂട്ടായ്മകളാവണം ഓണാഘോഷങ്ങളെന്ന് മന്ത്രി K തുളസി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ തന്നെ വികസനങ്ങൾക്ക് ഏറെ മുൻഗണന നൽകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൊങ്ങട് സൗഹൃദ നഗർ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി KA തുളസി. രാഷ്ട്രീയം നോക്കാതെ തന്നെ വികസനങ്ങൾക്ക് ഏറെ മുൻഗണന നൽകുമെന്നും ജനങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയമെന്നും മന്ത്രി തുറന്നു പറഞ്ഞു. ഏതാവശ്യങ്ങൾക്കും നേരിട്ട് സമീപിക്കാമെന്നും അടിയന്തര സ്വഭാവമുള്ളതാണെങ്കിൽ ഉടനെ ഇടപെടുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പൊ ഇന്ന് ഈ ഓണപരിപാടിയുടെ ഭാഗമായിട്ടും ഈ ഓടിനകത്തേക്ക് തന്നെ വരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷവും അഭിമാനവുമാണ്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും പരിഗണനയും സ്നേഹവും ഒക്കെ വളരെയധികം കിട്ടിയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയായിട്ട് മാറാൻ എനിക്ക് അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ, ആ പരിപാടിക്ക് വരാനും മറ്റാവശ്യങ്ങൾ വരുമ്പോൾ അതൊക്കെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും, ജില്ലയിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ പറയും, ഇനി പാലക്കാട് ജില്ലയിലേക്ക് പോകുന്നത് ഒരു ഇടവേള ഇട്ടിട്ട് മതി എന്ന് പറയും. അസോസിയേഷൻ പ്രസിഡന്റ് N സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ഉയർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. മന്ത്രി തുളസിയെ അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CN ശിവദാസൻ, CK ഹരിദാസൻ, K ജയകുമാർ, K ജയകൃഷ്ണൻ, VK കൃഷ്ണൻകുട്ടി, VN ഹരിദാസ്, SR രാജേഷ്, KV മണിയൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി TV രാമദാസ് സ്വാഗതവും ട്രഷറർ KP ദേവഭൂപേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രവാസികളെ പിഴിയുന്നവരായി രാജ്യത്തെ വിമാന കമ്പനികൾ മാറിയെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി VK ഉമ്മർ കുറ്റപ്പെടുത്തി. കേരളത്തിൻ്റെ വികസനം പ്രവാസിയുടെ അധ്വാനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ചാർജ് വർധനവിനും പെൻഷൻ കുടിശ്ശിക വിതരണം നടത്താത്തതിലും പ്രതിഷേധിച്ച് പ്രവാസി സംഘം പാലക്കാട്ട് സ്റ്റേഡിയം പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ഉമ്മർ. സീസൺ സമയങ്ങളിൽ വിമാന കമ്പനികൾ പ്രവാസികളെ കൊള്ളയടിക്കുകയാണ്. അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെ കോടതി ഇടപെട്ടിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ്. വിമാന ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും VK ഉമ്മർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ആരംഭിച്ച പ്രവാസി ക്ഷേമ പദ്ധതികൾ നിലച്ച സ്ഥിതിയാണ്. കുടിശ്ശികയായ പെൻഷൻ ഓണക്കാലത്ത് കിട്ടാതായതിന് കാരണം UDF സർക്കാരിന്റെ അലംഭാവമാണെന്നും പ്രവാസി കാര്യങ്ങളിൽ സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും ഉമ്മർ ആവശ്യപ്പെട്ടു. മണലാരുണ്യങ്ങളിലും മരുഭൂമികളിലും വലിയ വലിയ കെട്ടിടത്തിനു മുകളിലും രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്ന ആ പൈസ നാട്ടിലേക്ക് അയക്കുകയാണ്. ആ പണം ചില്ലറയല്ല പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് 3 ലക്ഷം കോടി ഉറുപ്പിക നമ്മുടെ പാലക്കാട്ട് അങ്ങാടിയിലെ ഒരു ഓട്ടോറിക്ഷ ചലിക്കണമെങ്കിൽ ഈ നാട്ടിലെ ആളുകളുടെ പോക്കറ്റിൽ പണം വരണം. ആ പണമാണ് 3 ലക്ഷം കോടി ഉറുപ്പിക. ഒരു നയ പൈസ അങ്ങോട്ട് പ്രതിഫലമായി കൊടുക്കാതെയാണ് ഈ പണം കേരളത്തിലേക്ക് വരുന്നത്. ആ പണം കേരളത്തിലേക്ക് വരാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് കഴിഞ്ഞകാല യുദ്ധ സമയത്ത് നമ്മുടെ കേരളം ദർശിച്ചതാണ്. ജില്ലാ പ്രസിഡന്റ് CP സേതലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MA നാസർ, നന്ദിനി മോഹൻ,
AP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. ഷൊർണൂർ റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. രാവിലെ അസോസിയേഷൻ അംഗങ്ങൾ വിപുലമായ രീതിയിൽ പൂക്കളം തീർത്തു. തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല നിർവഹിച്ചു. ഈ ഒരു പ്രദേശത്തെ വീടുകളുടെ അല്ലെങ്കിൽ ആ വീട്ടിലെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വിശേഷം വരുമ്പോഴും അതുപോലെ തന്നെ എല്ലാവരുമായി ചേർന്നുകൊണ്ട് അത് ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഒരു കേരളീയരുടെ ഒരു വികാരമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുക. എത്ര ഇല്ലാത്തവരായാലും ഉള്ളവരായാലും എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ജാതി മത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുകയാണ്. ചടങ്ങിൽ വിവിധ ഉപഹാരങ്ങളും ചെയർപേഴ്സൺ വിതരണം ചെയ്തു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ മുഹമ്മദ് ആഷിഖ്, സെക്രട്ടറി P. ഹരിദാസ്, ഹൃഷികേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആഘോഷ പരിപാടികളും അരങ്ങേറി. എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു. കൈകളിന്നു തൊട്ടിലാക്കി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും തുടർന്നും കലാപരിപാടികൾ അരങ്ങേറി. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ മാവേലിയും സജീവമായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM നേതാവായിരുന്ന K. ശിവരാമനെ CPM മണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 1988 ശിവരാമേട്ടനാണെന്ന് ഇപ്പോഴത്തെ കേരള ബാങ്ക്, അന്നത്തെ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായി ചുമതല വഹിക്കുന്നു. അങ്ങനെയാണ് സഹകരണ രംഗത്ത് കാര്യമായ സംഭാവന അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇവിടെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെയും ഒക്കെ തന്നെ അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ മുന്നണിയായിട്ടുള്ള കർഷക തൊഴിലാളി യൂണിയൻ മരണം വരെ അദ്ദേഹം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. അബ്ദുൽ ഖാദർ, K. ഭാസ്കരൻ, K. ഗംഗാധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, മനിശ്ശേരി ലോക്കൽ സെക്രട്ടറി M. ഗോപാലകൃഷ്ണൻ, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുത്തന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡിലെ നന്മ സ്നേഹം കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ ഓണപ്പുടവ നൽകി ആദരിച്ചു. CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A. അനിതാനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽപ്പെട്ട നന്മ സ്നേഹ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായാണ് 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ ആദരിച്ചത്. 140 അമ്മമാർക്ക് ഓണക്കോടിയും പ്രമുഖ വസ്ത്രവ്യാപാരിയുടെ വക 50 അമ്മമാർക്ക് പുതുവസ്ത്രവും വിതരണം ചെയ്തു. കുത്തന്നൂർ തോലന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങും ഓണക്കോടി വിതരണവും CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A. അനിതാനന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി CK അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ NC അപ്പു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ OR സുരേഷ് ബാബു, സീരിയസ് ചെയർപേഴ്സൺ പ്രീത രാമൻകുട്ടി, ദിവ്യ സ്വാമിനാഥൻ, K. ചന്ദ്രൻ, K. ശശിധരൻ, KP ലത, K. മനോജ്, V. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായ്. മണൂരിൽ കുടുംബശ്രീ മിഷന്റെ ജീവൻ ദീപം പദ്ധതിയിൽ കുടുംബശ്രീ അംഗമായ മരണപ്പെട്ടവരുടെ കുടുംബത്തിനുള്ള ഇൻഷുറൻസ് തുക വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ തുക കൈമാറി. കുടുംബശ്രീ മിഷന്റെ ജീവൻ ദീപം പദ്ധതിയിൽ കുടുംബശ്രീ അംഗമായി മരണപ്പെട്ടവരുടെ കുടുംബത്തിനാണ് ഇൻഷുറൻസ് തുക വിതരണം ചെയ്തത്. 4-ാം വാർഡിലെ കറുകമ്പാറ വീട്ടിൽ സത്യഭാമയ്ക്ക് 2 ലക്ഷം രൂപയും 7-ാം വാർഡിൽ പേഴുംകാട് വീട്ടിൽ ശ്യാമളയുടെ കുടുംബത്തിന് 40,000 രൂപയും വിതരണം ചെയ്തു. ഇൻഷുറൻസ് തുകയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ നിർവഹിച്ചു.
വനിതകൾക്ക് 2 ലക്ഷം രൂപ വരെ അവർക്ക് ആശ്വാസ സംഖ്യ ലഭിക്കുന്നുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മെയ് മാസം 15-ാം തീയതി സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ മകളാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആനുകൂല്യം വാങ്ങുന്നത്. അവർക്ക് 2 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കെ ശ്രീദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ SJN നജീബ്, കൃപേഷ് കുമാർ, VC സൗമ്യ, നൂർജഹാൻ, ജയന്തി, അമിത, ഷിദി, നസീമ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണം പൊന്നോണം ഓണാഘോഷ പരിപാടി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, യൂണിയൻ ഭാരവാഹികളായ R സുകേഷ് മേനോൻ, R ശ്രീകുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, R ബാബു സുരേഷ്, P സന്തോഷ് കുമാർ, V രാജമോഹനൻ, C കരുണാകരൻ ഉണ്ണി, A അജി, K പ്രദീപ് കുമാർ, M ഉണ്ണികൃഷ്ണൻ, C വിപിനചന്ദ്രൻ, KP രാജഗോപാൽ, K നന്ദകുമാർ, T മണികണ്ഠൻ, M വത്സകുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, PP ദിനേശ് കുമാർ, CN പ്രസന്നകുമാർ, J ബേബി ശ്രീകല, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, രാജേശ്വരി ടീച്ചർ, വത്സല പ്രഭാകർ, V നളിനി, സുധ വിജയകുമാർ, വിജയകുമാരി, വാസുദേവൻ, സുനന്ദ ശശി, ജയന്തി മധു, സിന്ധു രമേശ്, P പാർവതി, S സ്മിത എന്നിവർ പ്രസംഗിച്ചു. കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണപ്പൂക്കളം, തിരുവാതിരക്കളി, ഓണപ്പാട്ട് എന്നീ മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫാദർ അനു കളപ്പുരയ്ക്കൽ രാവിലെ കൊടി ഉയർത്തി. ഇടവകയിലെ നിരവധി പേർ പങ്കെടുത്തു. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ CLCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ അനു കളപ്പുരയ്ക്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തി. തുടർന്ന് CLC പ്രസിഡന്റ് ജൂലിയ പ്രതിജ്ഞചൊല്ലും നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. KCYM അവതരിപ്പിച്ച തിരുവോണം ആഘോഷ പരിപാടികളുമുണ്ടായി. മ്യൂസിക്കൽ ചെയർ, നാരങ്ങ സ്പൂൺ, ഉറിയടി തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇടവകയിലെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CID ജില്ലാ കമ്മിറ്റി അംഗവും CPM നേതാവുമായിരുന്ന KR വിജയന്റെ നിര്യാണത്തെ തുടർന്ന് ഒറ്റപ്പാലത്തെ സർവകക്ഷി യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. CPM ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ലോക്കൽ സെക്രട്ടറി MIA റസാക്ക്, CITU ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, APM റഷീദ്, MS പൗലോസ്, തോമസ് ജേക്കബ്, ഹബീബ് റഹ്മാൻ, TK പ്രകാശൻ, KS രാമകൃഷ്ണൻ, PV ഹംസ എന്നിവർ സംസാരിച്ചു. അന്ന് അദ്ദേഹം തത്വതൊഴിലാളി എന്ന നേതാവാകുമ്പോൾ CITU പ്രവർത്തകനല്ല, മറ്റൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. പിന്നീട് അദ്ദേഹം ആ തത്വതൊഴിലാളിയായി ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരു ട്രേഡ് യൂണിയനിൽ അംഗമായിരിക്കെ തന്നെ, നേതാവായിരിക്കെ തന്നെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തി.
CATയും ആ നിലയിൽ പ്രവർത്തിച്ചിരുന്നു മറ്റൊരു മേഖലയിലൂടെ. അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനവും നയിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു. ഒരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ട്രേഡ് യൂണിയൻ രംഗം ഒന്നാണ് ആവേണ്ടതെന്നും ഒരു ട്രേഡ് യൂണിയനാണ് പ്രധാനമായും വേണ്ടതെന്നും അതിന് പ്രധാനമായുള്ള ആ ട്രേഡ് യൂണിയൻ CATU ആണെന്നും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓണക്കാലത്തെ വിഷരഹിത പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കർഷക ചന്ത മങ്കരയിലും ആരംഭിച്ചു. മങ്കരയിൽ നടന്ന ചന്തയുടെ ഉദ്ഘാടനം മന്ത്രി KA തുളസി നിർവഹിച്ചു. ഓണക്കാലത്തെ വിലക്കയറ്റം തടഞ്ഞ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയും VFPCKയും ഹോർട്ടികോർപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ വിപണിയിലെ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും സാധിക്കും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് പ്രയാസമില്ലാതെ ഓണം ആഘോഷിക്കാനാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സർക്കാർ ഇപ്രാവശ്യം ഓണവിപണിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലനിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വിഷം തീണ്ടാത്ത, കീടനാശിനി തളിക്കാത്ത ഗ്രാമീണർ അവരുടെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ ഈ ഓണത്തിന് ഏറ്റവും നല്ല പച്ചക്കറികൾ ഓണസദ്യയിൽ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, ജില്ലാ പഞ്ചായത്ത് അംഗം മുകുന്ദൻ ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ജിൻസി, മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ്, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ A നന്ദകുമാർ, MB സതീഷ്, അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി കൃഷ്ണ, മങ്കര കൃഷി ഓഫീസർ C മുകുന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി വകുപ്പ്, VFPCK, ഹോർട്ടികോർപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ചന്ത ഓഗസ്റ്റ് 25 വരെ പ്രവർത്തിക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷകർ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറികളാണ് ചന്തയിലൂടെ വിൽപ്പനയ്ക്കെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം ഉപയോഗിച്ച് വിധവകൾക്കും വയോധികർക്കും ഓണപ്പുടവ് സമ്മാനിച്ച കേളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ. വാർഡിലെ 70ഓളം പേർക്കാണ് ഓണക്കോടികൾ സമ്മാനിച്ചത്. കുട്ടികളുടെ ആവശ്യം പരിഗണിച്ച് ഫെറ്റേഴ്സ് ക്ലബിന് ഫുട്ബോളും ചടങ്ങിൽ വിതരണം ചെയ്തു. 7ാം വാർഡിലെ ആലമ്പാറ അംഗൻവാടിയിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഓണസദ്യയും സ്വന്തം ചിലവിൽ നൽകി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാർ എന്ന ജനപ്രതിനിധി നാടിന് തന്നെ മാതൃകയാണെന്നും ഇതിനു മുൻപും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മണ്ണൂർ രാജകുമാരനുണ്ണി പറഞ്ഞു. ഇനിയും ഇത്തരം സേവനങ്ങൾ തുടരാൻ കഴിയട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. അവനവൻ്റെ കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കണം. ഒരു പാരമ്പര്യത്തിൻ്റെ സന്തതിയാണ് ഉണ്ണിക്കുട്ടൻ. ഇത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് നമ്മൾ കൊടുക്കണം. ഈ അദ്ദേഹത്തിൻ്റെ ഓണറേറിയത്തിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ഇവർക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈശ്വരനെ ചെയ്യാനുള്ള ഏറ്റവും വലിയ സേവനം. ഈശ്വരൻ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരാളെ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ്, നിങ്ങളിൽ ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞാൻ വേദനിപ്പിക്കുകയാണെങ്കിൽ അത് ഈശ്വരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. മാത്രമല്ല ഈ നമ്മൾ ചെയ്യുന്ന വിചാരിക്കുന്ന ഓരോരോ പ്രവൃത്തിക്കും റിയാക്ഷൻ ഉണ്ട്. സയൻസിൽ ഞങ്ങൾ പറയും ന്യൂട്ടൻ്റെ 3ാമത്തെ നിയമപ്രകാരം ആക്ഷൻ റിയാക്ഷൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് പറയും. തുടർന്ന് വയോധികർക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു. AS മന്ദാടിയാർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം MP ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ മണ്ണൂർ രാജകുമാരനുണ്ണിയും വാർഡംഗം MP ശ്രീകുമാറും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രധാനാധ്യാപിക ബേബി, പ്രിയ, ലക്ഷ്മണൻ, ദിബിൻ, ഉണ്ണികൃഷ്ണൻ, ദേവദാസൻ, രാജി എന്നിവർ സംസാരിച്ചു. മണ്ണൂരിലെ നിർധനരായ 600ഓളം കുടുംബാംഗങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ സ്വന്തം ചിലവിൽ ഓണക്കിറ്റ് സമ്മാനിച്ച് പഞ്ചായത്ത് അംഗം. ജനപ്രതിനിധിയായ VM അൻവർ സാദിഖാണ് കിറ്റുകൾ നൽകിയത്. മണ്ണൂർ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഉൾപ്പെട്ട 600ഓളം കുടുംബങ്ങൾക്കാണ് സ്വന്തം ചിലവിൽ അൻവർ സാദിഖ് ഓണക്കിറ്റ് സമ്മാനിച്ചത്. മുസ്ലിം ലീഗിന്റെ 3 ജനപ്രതിനിധികൾ വിജയിച്ച 3 വാർഡുകളിലാണ് 10 കിലോ അരി വീതം 600 കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്തത്. മണ്ണൂർ സേവാഗ്രാമം ഓഫീസിൽ നടന്ന ഓണക്കിറ്റ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ആദ്യം ഒരു വാർഡിൽ നിന്നും തുടങ്ങിയ പദ്ധതി ഇന്ന് 3 വാർഡുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും പദ്ധതി തുടരുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് അറിയിച്ചു. ബുദ്ധിമുട്ടുന്നവരുടെയും പാവപ്പെട്ടവരുടെയും വയോധികരുടെയും കൂടെയെന്നും താൻ ഉണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VM അൻവർ സാദിഖ് പറഞ്ഞു. കാലങ്ങളായി
ഓണം ആകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചോദിക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, ഇത്തവണ നമ്മൾ അരി വിതരണമില്ല. ചില ആളുകൾക്കൊക്കെ തോന്നലുണ്ടായിരുന്നു 3 വാർഡൊക്കെയായി മെമ്പർ പ്രാവശ്യം അരി വിതരണം ഉണ്ടാവില്ലേ എന്ന്. ആദ്യം 1 വാർഡായിരുന്നു, അത് 2 വാർഡ്. ആദ്യം ഒരു 50-60 ആൾ വെച്ച് തുടങ്ങി. ഇന്ന് 500 പരം 600-നടുത്തോളം ആളുകൾ നമുക്ക് രജിസ്ട്രേഷൻ മാത്രം ചെയ്തിട്ടുണ്ട്. ഉണ്ടാവില്ലേ? ഞാൻ അവരോട് പറഞ്ഞത്, ഓണത്തിന് എന്നും എത്തുന്നത് പോലെ നമ്മുടെ അരി നിങ്ങളുടെ വീടുകളിൽ എത്തും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ അവരോട് സൂചിപ്പിച്ചത്. ഇത് കുറച്ച് കാലങ്ങളായി നമ്മളും നിങ്ങളും എന്നില്ല, നമ്മുടെ മനസ്സുകൾ തമ്മിൽ നമ്മുടെ പരസ്പര സ്നേഹത്തിന്റെ അടയാളമായി. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ധന്യകൃഷ്ണദാസ്, KP മുനീർ, PM സാദിഖ് അലി, PS സുലൈമാൻ, ഹസീന, PU റജുല, PS മുസദിഖ്, PU ഹക്കീം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം സബിത മുനീർ സ്വാഗതവും ഷെഫീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാവേലി മന്നനെ വരവേൽക്കാനും പൊന്നോണത്തെ സ്വീകരിക്കാനും മലയാളി മനസ്സ് തയ്യാറെടുക്കുമ്പോൾ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ പ്രവാസി മലയാളിയുടെ പൂക്കൃഷി വിജയത്തിളക്കത്തിൽ. പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പള്ളി ബമ്മണ്ണൂർ സ്വദേശി ഷാജി ഗംഗാധരനാണ് പൂക്കൃഷി ഇറക്കിയത്. അവധിക്ക് നാട്ടിൽ വന്ന് തന്റെ 35 സെന്റ് പറമ്പിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. മഞ്ഞയും ചുവപ്പും ഇനങ്ങൾ കൃഷി ചെയ്ത തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് ആനന്ദ കാഴ്ചയാണ്. വണ്ടിത്താവളത്തു നിന്നാണ് ചെണ്ടുമല്ലി വിത്ത് കൊണ്ടുവന്നതെന്നും മറ്റു കൃഷികളെ അപേക്ഷിച്ച് പൂക്കൃഷിക്ക് കാർഷിക ചെലവ് കുറവാണെന്നും നല്ല വിപണി ലഭിക്കുകയാണെങ്കിൽ ലാഭകരമായ കൃഷിയാണെന്നും ഷാജി ഗംഗാധരൻ പറയുന്നു. കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നോക്കിയ സമയത്ത് നമുക്ക് പെട്ടെന്നാണ് ഒരു ആഗ്രഹം തോന്നിയത്. നമുക്ക് കുറച്ച് ചെണ്ടുമല്ലി നടാമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഭാഗ്യവശാൽ കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട രീതിയിൽ ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് ദൈവകടാക്ഷം കൊണ്ടത് വിളയിച്ചെടുക്കാൻ പറ്റി. നമുക്ക് വേണ്ട, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടതായിട്ടുള്ള ചെണ്ടുമല്ലിപ്പൂ ഇപ്പോൾ നമുക്ക് ഓണത്തിന് മുന്നേ ലഭ്യമാക്കാൻ പറ്റിയതിലുള്ളൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എത്ര സ്ഥലത്ത് കൃഷി ചെയ്ത്? നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു 30 സെന്റിലാണ് നമ്മൾ ചെയ്തത്. ഉദ്ദേശിച്ചത് ഒരു 60 സെന്റിൽ മൊത്തം ചെയ്യണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ചില തടസ്സങ്ങളും ആ മഴ കുറച്ച് കുറവെല്ലാം കിട്ടിയതും ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് 60 സെന്റിൽ മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊരു 30-35 സെന്റിൽ ചെയ്തു. കാർഷിക രംഗത്ത് തന്നോടൊപ്പം ഭാര്യ അരുണ്യ ഷാജിയും മക്കളായ ശ്രേയ ഷാജി, അർജുൻ ഷാജി എന്നിവരും ഷാജിയുടെ മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും ഷാജി പറഞ്ഞു. പൂക്കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം രജീഷ് പരുത്തിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ വിളവെടുപ്പിൽ പങ്കാളികളായി. ആദ്യമായിട്ടാണ് നമ്മുടെ വാർഡിൽ ഇങ്ങനത്തെ ഒരു പൂക്കൃഷി, ചെണ്ടുമല്ലി ബാക്കിയുള്ള ഐറ്റംസും അടങ്ങുന്ന ഒരു പൂക്കൃഷി ആദ്യമായിട്ടാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് പൂക്കളമിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് വെളിയിൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വാർഡിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കർഷകരാണ്. കർഷകർക്ക് ഏറ്റവും എൻ്റെ പേരിലും വാർഡിലെ എല്ലാവരുടെ പേരിലും ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കാം. പൂ വേണ്ട ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വാർഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ ആൾക്കാർ വെളിയിൽ നിന്ന് എവിടെയും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വിതരണവും ഇതിൻ്റെ വിൽപ്പനയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. ആദ്യം തന്നെ ഈ ചെണ്ടുമല്ലി കൃഷി ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം എടുത്ത ഷാജിയേട്ടന് എൻ്റെ പേരിലും എൻ്റെ വാർഡിലെ എല്ലാവരുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുള്ള കൂട്ടായ്മകളാവണം ഓണാഘോഷങ്ങളെന്ന് മന്ത്രി KA തുളസി. രാഷ്ട്രീയം നോക്കാതെ തന്നെ വികസനങ്ങൾക്കേറെ മുൻഗണന നൽകുമെന്നും മന്ത്രി. ഏതാവശ്യങ്ങൾക്കും നേരിട്ട് സമീപിക്കാമെന്നും അടിയന്തര സ്വഭാവമുള്ളതാണെങ്കിൽ ഉടനെ തന്നെ ഇടപെടുമെന്നും മന്ത്രി KA തുളസി. പ്രവാസികളെ പിഴിയുന്നവരായി രാജ്യത്തെ വിമാന കമ്പനികൾ മാറിയെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി VK ഉമ്മർ. കേരളത്തിൻ്റെ വികസനം പ്രവാസിയുടെ അധ്വാനം കൂടിയാണെന്നും VK ഉമ്മർ. വിമാന ചാർജ് വർധനവിനും പെൻഷൻ കുടിശ്ശിക വിതരണം നടത്താത്തതിലും പ്രതിഷേധിച്ച് പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. പൂവിളികളുമായി നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ. ആഘോഷ പരിപാടികൾ സജീവമാക്കി റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ. ആഘോഷത്തിന്റെ ഭാഗമായി ഓണക്കോടി വിതരണവും ഓണച്ചന്തകളും സജീവം. മറ്റന്നാൾ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക്. തിരുവോണം ആഘോഷിക്കാനൊരുങ്ങി മലയാളക്കര.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.